നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് കൃഷ്ണകുമാർ എന്ന നടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അഭിനയത്തോടൊപ്പം രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട്. പലതും സൈബർ ആക്രമണങ്ങളിലേക്കും കടക്കുന്നതും പതിവാണ്. നിലവിൽ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന് പരിക്കേറ്റിരിക്കുകയാണ്. കൊല്ലം മുളവന ചന്തയിൽ പ്രചരണത്തിനിടെയാണ് കൃഷ്ണകുമാറിന് പരിക്കേറ്റത്. വലതു കണ്ണിനാണ് പരിക്കേറ്റതെന്നാണ് വിവരം. പ്രചരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സമീപത്ത് നിന്നയാളുടെ കൈ കണ്ണിൽ തട്ടി പരിക്ക് പറ്റുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയ കൃഷ്ണകുമാറിന് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് അദ്ദേഹം രാത്രിയിലും പര്യടനം തുടർന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിന് പിന്തുണയുമായി കുടുംബവും രംഗത്തെത്തിയിരുന്നു. ഭാര്യ സിന്ധു, മക്കൾ ഇഷാനി കൃഷ്ണ, ദിയ കൃഷ്ണ, അഹാന കൃഷ്ണ, അൻസിക കൃഷ്ണ എന്നിവരാണ് കൊല്ലത്തെത്തിയത്. സിന്ധു സംരംഭകയും അഹാനയും ഇഷാനിയും സിനിമാ താരങ്ങളും ദിയയും അൻസികയും സാമൂഹിക മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ട കുടുംബം വൈകിട്ട് കുണ്ടറ കേരളപുരത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റാലിയിലും പങ്കെടുത്തിരുന്നു. ഭാര്യയും മക്കളും എത്തിയതിൽ വളരെ സന്തോഷവാനാണെന്ന് G കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവസാന 10 ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പ്രചാരണത്തിന് എത്താമെന്ന് മക്കൾ പറഞ്ഞിരുന്നു. മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാളും വൈകിയാണ് പ്രചരണ രംഗത്ത് എത്തിയത്. അതിനാൽ പരമാവധി പേരിലേക്ക് എത്താനായിരുന്നു ശ്രമം. ഡിജിറ്റൽ മീഡിയയിലൂടെ അതിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്നും സമൂഹത്തിനായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുമെല്ലാം ഇതിനകം ജനം മനസ്സിലാക്കിയിരുന്നു. വളരെ ഉത്സാഹത്തോടെ ബൂത്ത് തലത്തിൽ ശക്തമായ പ്രവർത്തനമാണ് പ്രവർത്തകർ നടത്തുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലും വലിയ പിന്തുണ ലഭിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ അടിയൊഴുക്ക് നടക്കുന്ന ഒരു മണ്ഡലമായിരിക്കും കൊല്ലമെന്നും അദ്ദേഹം പറഞ്ഞു. വികസനത്തിന് വളരെ സാധ്യതയുള്ള മണ്ഡലമാണിത്. എന്നാൽ ഇതുവരെ വിജയിച്ചവർ ഇതിനായി ഒന്നും ചെയ്തിട്ടില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് റെയിൽ ദേശീയപാത വികസനങ്ങൾ നടന്നത്. ഈ വികസന പ്രവർത്തനങ്ങളുടെ അവകാശം ഏറ്റെടുത്ത് ഫ്ലക്സ് വയ്ക്കുക മാത്രമാണ് MP NA പ്രേമചന്ദ്രൻ ചെയ്യുന്നത്. കശുവണ്ടി മേഖലയിൽ തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കേന്ദ്രത്തിൽ ശക്തമായ ഇടപെടൽ നടത്തും. കേന്ദ്ര കശുവണ്ടി വികസന കോർപ്പറേഷൻ രൂപീകരണം ഉൾപ്പെടെയുള്ള ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. കടലോര മേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായും സുസ്ഥിരമായും പരിഹരിക്കാനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ അതൃപ്തിയുണ്ട്. സ്ഥാനാർത്ഥിത്വം ഒരാൾ കുത്തകയാക്കിയിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായിരിക്കുന്നു. അതിനാൽ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് NDAക്ക് അനുകൂലമായി വലിയ അടിയൊഴുക്ക് ഉണ്ടാകും. LDFലെ അതൃപ്തരും NDAക്ക് അനുകൂലമായി ചിന്തിക്കുന്നതായും കൃഷ്ണകുമാർ പറഞ്ഞു. കൃഷ്ണകുമാർ കൊല്ലത്ത് ജയിക്കുമെന്ന് നല്ല പ്രതീക്ഷയുണ്ടെന്നാണ് ഭാര്യ സിന്ധു പറഞ്ഞത്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.